എന്താണ് പിന്നെ ധാരാളം ധാരാളം വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രശസ്തമായ രണ്ട് വ്യാഖ്യാനങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം സുലൈമാൻ ജമൽ തങ്ങളെ ജമൽ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ട് 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 ഹാഷിയ ഷറഹ് എന്നൊക്കെ പറഞ്ഞ ഒരു അർത്ഥത്തിനാണ്. അതായത് ഒന്നിന്റെ വിശദീകരണത്തിനാണ് എന്ത് ചെയ്യുക, നമ്മൾ ഷറഹ് എന്ന് പറയുക. ഈ ഷറഹും ഹാഷി എന്നുള്ള വ്യത്യാസം, ഒരു മൂലഗ്രന്ഥത്തിന്റെ എല്ലാ പദങ്ങൾക്കും അത് വിശദീകരണം കൊടുക്കുന്നതാണ് ഷറഹ് എന്ന് പറയുക. ഉദാഹരണം നമ്മൾ ഫത്ഹുൽ മീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ഫത്ഹുൽ മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഷറഹാണ്. എന്തിന്റെ ഷറഹാണ്? അതിന്റെ മൂലഗ്രന്ഥം ഖുറത്തുൽ ഐൻ മുഹിമ്മാത്തുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തന്നെ രചിച്ച ഫിഖഹിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന ഏറ്റവും ആധികാരികമായ ഒരു ചെറിയ രചനയാണ് ഖുറത്തുൽ ഐൻ മുഹിമ്മാത്തുദ്ദീൻ എന്ന് പറയും. അതാണ് അതിന്റെ മത്തിന്. അതിന്റെ മത്തിന് എന്ന് വെച്ചാൽ അതിന്റെ മൂലഗ്രന്ഥം. ആ മൂലഗ്രന്ഥത്തിന്റെ വിശദീകരണമാണ് ഫത്ഹുൽ മീൻ എന്ന ഗ്രന്ഥം. അപ്പൊ ഫത്ഹുൽ മീൻ ഷറഹാണ്. ഫത്ഹുൽ മീൻ ഷറഹാണ്. അപ്പൊ ഈ ഷറഹ് എന്ന് പറഞ്ഞാൽ എല്ലാ പദങ്ങളെയും, മൂലഗ്രന്ഥത്തിന്റെ എല്ലാ പദങ്ങളെയും വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന് ഷറഹ് എന്ന് പറയും. അപ്പൊ അന്നിലേക്ക് എന്താണ് ഫത്ഹുൽ മീൻ എന്ന്, അത് ഖുറത്തുൽ ഐൻ മുഹിമ്മാത്തിന്റെ ഷറഹാണ്. അതേസമയത്ത് എല്ലാ പദങ്ങളെയും വിശദീകരണം പറയാതെ ആവശ്യം വേണ്ട കാര്യങ്ങളുടെ വിശദീകരണം പറയുന്ന അങ്ങനത്തെ വിശദീകരണം എന്ന് പറയുന്ന പേരാണ് ഹാഷിയ എന്ന് പറയുന്നത്. ഹാഷിയ. അപ്പൊ ഈ തഫ്സീർ ജലാലയ്ക്ക് അറിയപ്പെട്ട രണ്ട് ഹാഷിയകളാണ്. ഒന്ന് ഹാഷിയത്തു സ്വാവിയും അതുപോലെ ഹാഷിയത്തുൽ ജമലും. അപ്പൊ അതിൽപ്പെട്ടൊരു ഹാഷിയാണ് നമ്മളെ കുഞ്ഞിക്ക് മേടിച്ചു വെച്ചേക്കുന്നത്. ഹാഷിയത്തു സ്വാവി എന്ന് പറയും. രണ്ട് വലിയ ഇമാമിങ്ങൾ, അത് ഒന്ന് എഴുതിയ ഷെയ്ഖ് സുലൈമാൻ ജമൽ എന്ന മഹാൻ എഴുതിയതാണ്. അപ്പൊ അവരുടെ ഹാഷിയക്ക് ഹാഷിയത്തുൽ ജമൽ എന്ന് പറയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹിമഹുല്ലാ, ആ മഹാനുഭാവൻ എഴുതിയ ഹാഷിയക്ക് ഹാഷിയത്തു സ്വാവി എന്ന് പറയും. ഇങ്ങനെ രണ്ട് അറിയപ്പെട്ട ഹാഷിയകൾ എന്താണ് തഫ്സീർ ജലാലയ്ക്കുണ്ട്. മിക്കവാറും എല്ലാ പള്ളി ദർസുകളും എന്ത് ചെയ്യുക, അത് നോക്കാറും അത് വായിക്കാറുമുണ്ട്. അത് മാത്രമല്ല വേറെ പലതും ഉണ്ട്. ഇപ്പൊ അങ്ങനെ ആ തഫ്സീർ ലോകത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ഗ്രന്ഥമുണ്ട്. അത് തൈസീറുൽ ജലാലയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കോടമ്പുഴക്കാരൻ ബഹുമാനപ്പെട്ട ബാവുസ്താദ് അബ്ദുറഹ്മാൻ ബാവൽ മലിബാരി, കോടമ്പുഴ ബാവുസ്താദ് എഴുതിയ ഈ തഫ്സീർ ജലാലയിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ലളിതമാക്കി കാര്യങ്ങളെ മറ്റു പല തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും വിഷയങ്ങൾ എടുത്തുകൊണ്ട് സമർത്ഥിക്കുന്ന ഒരു തഫ്സീറാണ് തൈസീറുൽ ജലാലി. ഈ ജലാലയിനെ ഒന്ന് എളുപ്പമാക്കി കൊടുക്കുന്ന ഗ്രന്ഥം നടത്തും. അപ്പൊ അത് ബഹുമാനപ്പെട്ട കോടമ്പുഴ ഉസ്താദിന്റെ സംരംഭമാണ്, ഉസ്താദിന്റെ സമർപ്പണമാണ്. അപ്പൊ അങ്ങനെ ധാരാളം മഹാന്മാർ പല വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് തഫ്സീറുൽ ജലാലിനെ ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ തഫ്സീറുൽ ജലാലി സാധാരണ ഇപ്പൊ ഗ്രന്ഥമായി നോക്കിയാൽ ആദ്യം വരിക അൽ ബഖറ സൂറത്താണ്. അത് അൽ ബഖറ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു തുടങ്ങിയത് കൊണ്ട് നമ്മൾ കാണുക. ശരിക്കും ആക്ച്വൽ അത് തുടങ്ങിയത് അൽ കഹ്ഫ് ആണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മഹല്ലി ഇമാം എഴുതി തുടങ്ങിയത്. പിന്നെയാണ് ഫാത്തിഹ എഴുതിയത്. പിന്നെയാണ് അൽ ബഖറ സുയൂത്തി ഇമാം എഴുതിയത്. എന്തായാലും നമ്മൾ തുടക്കം നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. ജലാലുദ്ദീൻ മഹല്ലി ഇമാം റളിയല്ലാഹു അൻഹു അവസാനമായി എഴുതിയ സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ തഫ്സീർ കൊണ്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാനാണ് ആരംഭിക്കുന്നത്. അപ്പോ ക്ലാസ്സാകുമ്പോൾ നമ്മൾ അല്പം ക്ഷമ വേണം. നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് പറഞ്ഞു പറ്റില്ല. പറയേണ്ട ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് തഫ്സീറിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ പറയുമ്പോൾ എല്ലാ മഹാന്മാരും എന്ത് ചെയ്യുക, അവർ രേഖപ്പെടുത്തി. സൂറത്തുൽ ഫാത്തിഹ അത് മക്കിയായ സൂറത്താണ്. നമ്മൾ ഖുർആൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നേ പറയുള്ളൂ, ഇനി പറഞ്ഞോണമെന്നില്ല. ഏതൊരു സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്ത്, വിശുദ്ധ ഖുർആൻ മൊത്തം എത്ര സൂറത്തുകളുണ്ട്? 114 സൂറകളുണ്ട്. ഈ സൂറത്തുകളാക്കിയ ലക്ഷ്യം എന്താ? ഖുർആൻ ഇങ്ങനെ സൂറകളാക്കിയതിനു വേണ്ടി ആരോ ആക്കിയതാണോ? ഖുർആൻ ഇങ്ങനെ സൂറകളാക്കിയ എന്ത് ചെയ്യുക, ആരുടെയെങ്കിലും ഒരു കർത്തവ്യമല്ല, അല്ലെ ആരെങ്കിലും ചെയ്തതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെച്ചതാണ്. അതിന്റെ താല്പര്യം എന്താണ്? മഹാന്മാരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് അത് ഈ ഖുർആനോ നമുക്ക് എന്താണ്, അത് മനഃപ്പാടമാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച് തന്നൊരു സംവിധാനമാണ് ഇന്ന് സൂറകളാക്കിയത്. ആ സൂറകളാക്കിയതും ആ സൂറത്തിന് പേര് നൽകിയതും ഒക്കെ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ തീരുമാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ 2 അവതരണം ഉണ്ടല്ലോ. ഖുർആൻ എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാകെ അള്ളാഹു തആല 1-ാം ആകാശത്തേക്ക് ഒന്ന് ഇറക്കി. ഖുർആന്റെ ആദ്യത്തെ അവതരണം അങ്ങനെയാണ്. ഖുർആൻ ഒന്നാകെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്ത് നിന്ന്, 7-ാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹു തആല എവിടേക്ക് ഇറക്കി? 1-ാം ആകാശത്തേക്ക് ഇറക്കി. 1-ാം ആകാശത്തെ ഖുർആൻ ഇറക്കിയ സ്ഥലത്തിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നാണ്. ബൈത്തുൽ ഇസ്സ എന്നിടത്തേക്ക് അള്ളാഹു തആല ഖുർആൻ ഇറക്കി. ബൈത്തുൽ ഇസ്സ.
അപ്പൊ ഖുർആൻ ബൈത്തുൽ ഇസ്സ. ഒന്നാമത്തെ അവതരണം അതായിരുന്നു. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് പിന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്ദർഭോചിതമായി സമയാനുസരണം 23 കൊല്ലക്കാലങ്ങളിലായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി വഹിയുമായി വന്നു കൊടുത്തത് പിന്നെ 23 കൊല്ലക്കാലത്തിനുള്ളിലാണ്. അതാണ് രണ്ടാമത്തെ അവതരണം. അതിന്റെ തുടക്കം നടന്നതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണ് തുടങ്ങി, ലൈലത്തുൽ ഖദർ എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്റ ബിസ്മി റബ്ബിക തുടങ്ങി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിൽ സൂറത്തുൽ ബഖറയിൽ 252 ആയത്ത്, ആ ആയത്താണ് അവസാനമായി ഇറങ്ങിയ ആയത്ത്. അപ്പൊ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 23 കൊല്ലക്കാലങ്ങളിലായിട്ടാണ് പിന്നെ ഖുർആൻ രണ്ടാമത്തെ അവതരണം സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ ഖുർആന്റെ ഈ അവതരണം വെച്ചുകൊണ്ട് ഖുർആന്റെ ഈ അവതരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഈ സൂറ അപ്പൊ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ ഇറക്കിയ ആ ഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്, ഖുർആൻ 114 സൂറകളായിട്ടുള്ളത്. ആ 114 സൂറത്തിന് അള്ളാഹു വെച്ച പേരുകളുണ്ട്. അപ്പൊ അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാമിനെ അറിയിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാന്മാരായ സഹാബത്ത് അങ്ങനെ എഴുതി വെക്കുകയും ചെയ്യും. അതാണ് ഖുർആന്റെ ശൈലി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഖുർആന്റെ ഓരോ സൂറത്തിനും ഓരോ പേരുകൾ വന്നത്. അപ്പൊ ഖുർആനിലെ പേരുകളും ആ ഖുർആന്റെ വെപ്പും ഖുർആന്റെ ഈ ഓർഡറും എല്ലാം നമ്മൾ ഇന്ന് കാണുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഈ ഓർഡറിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു ഇറക്കിയത്. ആ ഓർഡറിൽ തന്നെയാണ് അള്ളാഹു ഇറക്കിയത്. എന്നാൽ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഇറക്കം അത് പല രീതിയിലായിട്ടാണ്. അതിന്റെ തർത്തീബ്, അതായത് വിശുദ്ധ ഖുർആൻ രണ്ട് അവതരണമുണ്ട്. ആ ഖുർആന്റെ ഈ രണ്ടാമത്തെ അവതരണം അഥവാ വിശുദ്ധ ഖുർആന്റെ അവതരണം അനുസരിച്ച് ഖുർആന്റെ ഓർഡർ ഒന്ന് വേറെയാണ്. അത് ഇഖ്റ ബിസ്മി റബ്ബിക ആദ്യം ഇറങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക ആദ്യത്തെ 5 ആയത്താണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്ന് പറയുന്ന ആയത്തുകളാണ്. അങ്ങനെ പിന്നെ പല സൂറകളും അങ്ങനെ പല പല സൂറകളും പല ആയത്തുകളും പല ഘട്ടങ്ങളായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഒരു സൂറത്തൊന്നും പൂർണ്ണമായിട്ട് ഇറങ്ങിക്കൊള്ളണമെന്നില്ല ഒരു വഹിയിൽ, അങ്ങനൊന്നും നിബന്ധനയില്ല. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ഖുർആൻ വ്യത്യസ്ത രീതികളിലാണ്. എന്നാൽ ഖുർആൻ അള്ളാഹു തആല വെച്ച വെപ്പ്, ഖുർആൻ അള്ളാഹു തആല സ്വീകരിച്ച ഒരു ശൈലി, അത് നമ്മൾ ഇന്ന് കാണുന്നു. വിശുദ്ധ ഖുർആൻ നമ്മൾ കാണുന്ന ആ ഓർഡറിന് പറയുന്ന പേര് തർത്തീബുൽ ഖിറാഅ, തർത്തീബുൽ തിലാവ, പാരായണത്തിന്. എന്തോ ബാക്കസ് എന്താ ചോദിച്ചോ? അത് വീട്ടില് പറഞ്ഞതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഖുർആന്റെ ഈ ഓർഡർ, അതായത് തർത്തീബ് തിലാവ എന്ന് പറയും. അതായത് ഖുർആൻ എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഓർഡറാണ് തർത്തീബ് നുസൂൽ എന്ന് പറയും. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക മുതൽ അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി വരെയുള്ള ആ ഒരു ആയത്തുകളുടെ ഇറക്കം, അതിന് തർത്തീബ് നുസൂൽ എന്ന് പറയും. പക്ഷെ നമ്മൾ ഖുർആൻ കാണുന്ന ഒരു ഓർഡർ, അതിന് തർത്തീബ് തിലാവ, ആ ഖുർആന്റെ പാരായണത്തിന്റെ ഓർഡർ. അഥവാ എവിടെ മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാന സൂറത്തുൻ നാസ് വരെയുള്ള ഈ ഖുർആൻ പാരായണത്തിൻ്റെതായ ഒരു ഓർഡർ, ആ ഓർഡറിലാണ് ഇന്ന് മുസ്ഹഫ് ഉള്ളത്. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറകളാക്കി വെച്ചത് അത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്, മനഃപ്പാഠമാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്ന് മഹാന്മാരെ ഇമാമികളെ കൊടുത്തത് കാണാം. അപ്പൊ ചർച്ച വിശുദ്ധ ഖുർആനിലെ കൊണ്ട് ഏതൊരു സൂറത്ത് വന്നാലും ഏതൊരു ആയത്തെടുത്താലും ഒന്നാമത്തെ ചർച്ച അല്ലെങ്കിൽ ആദ്യം ചോദിക്കുക ആ ആയത്ത് മക്കിയാണോ മദനിയാണോ എന്നാണ്. മക്കിയ ആയത്താണോ മദനി ആയത്ത് എന്ന് വെച്ചാൽ താല്പര്യം ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് അവതരിച്ച് കിട്ടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്നതിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ളത്. മക്കിയാണോ മദനിയാണോ എന്നതിന്റെ ഡെഫിനിഷൻ പലതരത്തിലുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മക്കി മദനി തീരുമാനിക്കുന്ന മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ മുമ്പ് അവതരിച്ചതൊക്കെ മക്കിയാണ്, ഹിജറയ്ക്ക് ശേഷം അവതരിച്ചതെല്ലാം മദനിയാണ്. അതൊന്ന് എഴുതി വെക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കാസിമുക്ക കേട്ടിരിക്കാൻ സുഖം ഉണ്ടാവും, എഴുതി വെക്കണത് പറഞ്ഞിട്ട് പലപ്പോഴും വേണ്ടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യമായിരിക്കും. ഒരു സൂറത്തല്ലേ ഒരു ആയത്ത് വന്നാൽ അത് മക്കിയാണോ മദനിയാണോ ചോദിച്ചാൽ എന്തായാലും താല്പര്യം, അതിന്റെ മാനദണ്ഡം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുക. നേരെ വാക്കർത്ഥം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ മക്കി എന്ന് പറയാൻ മക്കയിലേക്ക് ചേർക്കപ്പെട്ടതാണ്. മക്കയിൽ അവതരിച്ചെന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. മദനി എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് ചേർക്കപ്പെട്ടത്. അപ്പൊ നേരെ വാക്കർത്ഥം കൊണ്ട് നോക്കുക പെട്ടെന്ന് തോന്നുക മക്കയിൽ അവതരിച്ചതെന്നാണ്. ഇല്ല, ഇസ്ലാമിന്റെ കൽപ്പന മക്കയിൽ അവതരിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത് ഏതായത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന ഈ ആയത്ത് അള്ളാഹു തആല അവതരിപ്പിച്ചത് മക്കയിലെ അറഫയിൽ വെച്ച. നബി സല്ലല്ലാഹു ഹജ്ജിന് വന്നു, ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഏതായത്ത് അവതരിച്ചത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
വറദീതു ലക്കുമുൽ ഇസ്ലാം മദീന. ഈ ആയത്ത് ധരിച്ച് മക്കയെ വെച്ചിട്ടാണ്. പക്ഷെ ഈ ആയത്ത് മദനിയാണ്. ഏത്ത് മദനിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി ഹിജറ പോയി വർഷങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് ഹിജറയുടെ ഒമ്പതാമത്തെ വർഷം അല്ലെ ഹിജറ 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി ഹജ്ജിന് വേണ്ടി വന്നു. ആ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ ഇറങ്ങിയ ആയത്താണ്, ഹജ്ജിന്റെ വേള ഇറങ്ങിയ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഹിജറയ്ക്ക് ശേഷമുള്ള ആയത്തായതുകൊണ്ട് ഈ ആയത്ത് പറയുക ആയത്ത് മദനീയ ആയത്താണ്. ഇത് മദീനയെ അവതരിച്ച ആയത്താണ്, മദനീയ ആയത്താണ്, മക്കിയ ആയത്തല്ല. സംഗതി അവതരിച്ച മക്കയിലാകട്ടെ മദീനയായിട്ട് മക്കയ്ക്കും മദീനയ്ക്ക് ഇടയിലാകട്ടെ അത് വിഷയമില്ല. അവതരിപ്പിച്ച സന്ദർഭം എപ്പോഴാണ് വെൻ അത് ഹിജറയ്ക്ക് മുമ്പാണോ എങ്കിൽ മക്കിയാണ്, ഹിജറയ്ക്ക് ശേഷമാണോ എങ്കിൽ മദനിയാണ്. അപ്പൊ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ഫാത്തിഹ അത് മക്കിയാണോ മദനിയാണോ? മറുപടി മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കിയായ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. സൂറത്തുൽ ഫാത്തിഹ ആയത്തുകളുടെ എണ്ണം 7. മക്കിയായ സൂറത്ത് 7 ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹ കലിമത്തുകൾ, പദങ്ങൾ, വേർഡ്സ് 27 വാക്കുകൾ, 27 പദങ്ങളുണ്ട് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കിയായ സൂറത്ത് 7 ആയത്തുകൾ, 27 കലിമത്തുകൾ, 27 വേർഡ്സ് എന്നർത്ഥം. 27 വേർഡുകളുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ശബ്ദുകളെ കൂട്ടാതെയാണെങ്കിൽ, ശബ്ദുകളെ പരിഗണിക്കുന്നില്ലെങ്കിൽ 141 അക്ഷരങ്ങളാണ് ഈ സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. അതായത് എഴുതിക്കോ, സൂറത്തുൽ ഫാത്തിഹ മക്കിയായ സൂറത്ത് 7 ആയത്ത്, 27 കലിമത്ത്, ശബ്ദുകളെ പരിഗണിക്കുന്നില്ലെങ്കിൽ 141 ആയത്ത്. ശബ്ദുകളെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ, അതായത് ഏതൊരു അക്ഷരം ശബ്ദുള്ളെന്ന് പറഞ്ഞാൽ ഡബിൾ അക്ഷരമാണ്. അപ്പൊ ഒരു ശബ്ദുള്ള അക്ഷരം 2 അക്ഷരമാണ്. ഒരു ശബ്ദുള്ള അക്ഷരം 2 അക്ഷരമാണ്. അപ്പൊ അങ്ങനെ ശബ്ദുകളെ പരിഗണിക്കുകയാണെങ്കിൽ, ശബ്ദുകളെ കൂടി കൂട്ടുകയാണെങ്കിൽ എന്താണ് ആ സൂറത്തുൽ ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ എണ്ണം മലിക്കി എന്ന ഖിറാഅത്ത് പ്രകാരം 155 അക്ഷരങ്ങളാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക്കി എന്നുള്ള അവിടെ ആ ഒരു ആയത്ത് 2 ഖിറാഅത്തുണ്ട്. വളരെ പ്രശസ്തമായ 2 ഖിറാഅത്ത്. മലിക്കി യൗമിദ്ദീൻ എന്ന് ഓതാം, മാലിക്കി യൗമിദ്ദീൻ എന്ന് ഓതാം. മലിക്കി യൗമിദ്ദീൻ എന്ന ഖിറാഅത്ത് പ്രകാരം ശബ്ദോടുകൂടെ ശബ്ദ് പരിഗണിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അക്ഷരങ്ങളുടെ എണ്ണം 155 ആണ്. മാലിക്കി ആണെങ്കിൽ 156 ആണ്. മാലിക്കി ആണെങ്കിൽ 156 ആണ്. 156. ഇപ്പൊ ഫാത്തിഹയെ കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ ഒരു വിവരണമാണ് ഈ പറഞ്ഞത്. അതായത് അതിന്റെ അക്ഷരങ്ങളെ കൊണ്ട് നോക്കുകയാണെങ്കിൽ, അല്ലെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ഇത്രയും പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. സൂറത്തുൽ ഫാത്തിഹ 27 കലിമത്തുകളാണ്. സൂറത്തുൽ ഫാത്തിഹ ശബ്ദ് പരിഗണിക്കാതെ ആണെങ്കിൽ 141 അക്ഷരങ്ങളാണ്. ശബ്ദ് പരിഗണിച്ചിട്ടാണെങ്കിൽ മലിക്കി എന്ന ഖിറാഅത്ത് പ്രകാരം 155 അക്ഷരമാണ്. മാലിക്കി എന്ന ഖിറാഅത്ത് പ്രകാരം 156 അക്ഷരമാണ്. അപ്പൊ ഇതൊന്നും വിശദമായി പറയുന്നതിന് മൊത്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സൂറത്തുൽ ഫാത്തിഹ മൊത്തം 156 അക്ഷരമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 156 അക്ഷരമുണ്ട്. ഈ 150 നമ്മളൊക്കെ ഓതുന്ന മാലിക്കിയല്ല ഓതുക. അപ്പൊ ഈ 156 അക്ഷരങ്ങളെയും ഓതൽ ഈ വിശുദ്ധ ഖുർആൻ ഫാത്തിഹയിൽ ഓതിയാലേ ഫാത്തിഹ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു അക്ഷരം പോയാൽ നിസ്കാരം ബാത്തിലാവുമെന്ന്, സഹിയാവൂല്ല എന്ന് എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അല്ല, മലിക്കി എന്ന് പറയുമ്പോ 156 എന്ന് പറഞ്ഞു, മാലിക്കി ആകുമ്പോ 157. അല്ല, മലിക്കി ആവുമ്പോ 155, 155. മാലിക്കി ആവുമ്പോ 156. ഓക്കെ. മറ്റുള്ള പേരുകൾ അത് പറയാതിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കണ്ടന്റ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്ത് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കാല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതങ്ങ് ഉൾക്കൊണ്ട തന്നെ അൽഹംദുലില്ലാഹ് മുതലായി. അതായത് സൂറത്തുൽ ഫാത്തിഹ ആകുന്ന നമ്മുടെ എല്ലാ ജീവിതത്തെ ആപാദമുடன் ഗ്രസിച്ചിരിക്കുന്ന സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്തൊരു ദിവസം നമുക്ക് ഇല്ലല്ലോ, എപ്പോഴും ഓതേണ്ടതാണ്. അപ്പൊ ആ സൂറത്തുൽ ഫാത്തിഹ അടിസ്ഥാനപരമായ വിവരങ്ങൾ ഇതാണ്. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്. അത് 7 ആയത്തുകളാണ്. ആ 7 ആയത്തുകൾ തഫ്സീർ പറയുന്നുണ്ട്. തഫ്സീർ തുടങ്ങുമ്പോൾ പറയും ഈ 7 ആയത്തുകൾ ഞാൻ ബിസ്മി ഈ സൂറത്തുൽ ഫാത്തിഹ പെട്ടതാണോ അല്ലേ ചർച്ചയുണ്ട്. അപ്പൊ നമ്മുടെ ശാഫി മദ്ഹബിന്റെ അഭിപ്രായം സൂറത്തുൽ ഫാത്തിഹ ബിസ്മി പെട്ടതാണെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മദ്ഹബിന് സൂറത്തുൽ ഫാത്തിഹ ബിസ്മി ഓതൽ നിർബന്ധമാണ്. എല്ലാ മദ്ഹബിലും ഓതൽ സുന്നത്താണ്. നമ്മുടെ മദ്ഹബിൽ ബിസ്മി ഓതൽ നിർബന്ധമാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ഫാത്തിഹ ഒരു ആയത്തായിട്ട് ബിസ്മി എണ്ണുകയാണ്.
അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. ഏഴാമത്തെ ആയത്തോ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ഇത്രയും കൂടി എന്ത് ഏഴാമത്തെ ഒറ്റ ആയത്താണ്. സിറാത്തൽ ലദീന മുതൽ ഏഴാമത്തെ ആയത്ത്. അതല്ല ഹനഫി മദ്ഹബിൽ മറ്റുമൊക്കെ എന്താണ് ബിസ്മിയെ എന്താണ് ഫാത്തിഹപ്പെടുത്തുന്നില്ല. ഫാത്തിഹപ്പെടുത്ത അൽഹംദുലില്ലാഹ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴും അവരെല്ലാം പറഞ്ഞു ഫാത്തിഹയിലെ ആയത്ത് ഏഴെണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്താണ് അത് ആറാമത്തെ ആയത്താണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഏഴാമത്തെ ആയത്താണ്. അങ്ങനെയാണ് ആ മഹാന്മാരൊക്കെ എണ്ണിയത്. സവിമതമല്ലാത്തവരൊക്കെ എണ്ണിയത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ പെട്ടതാണെങ്കിലും അല്ലെങ്കിലും എന്താണ് സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകളുടെ എണ്ണം ഏഴെണ്ണമാണ്. കാരണം ശുദ്ധ ഖുർആൻ ഹദീസിലല്ലാതെ വന്നിട്ടുണ്ട്. ഫാത്തിഹാനെ കുറിച്ച് പ്രയോഗം സബ്ഉൽ മസാനി എന്നാ പറയാൻ. ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ. ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കം എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ? സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എന്താണ് മൊത്തം 156 അക്ഷരങ്ങളുണ്ട്. അതെ, സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു, അവരെ തഫ്സീറിൽ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുണ്ട്. 20ഓളം പേരുകൾ എന്ത് ചെയ്യുക മഹാന്മാർ തഫ്സീറിൽ എണ്ണി പറഞ്ഞു. 20ഓളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എണ്ണി പറഞ്ഞു. നമ്മളെന്ത് ചെയ്യാതെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അൽ ഫാത്തിഹ എന്ന്. സൂറത്തുൽ ഫാത്തിഹ നടത്തുന്ന ഓപ്പണിംഗ് നടത്തും. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്ന സൂറത്താണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ പാരായണക്രമം അനുസരിച്ചുകൊണ്ട് മുസ്ഹഫ് തുടങ്ങുന്നത് എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. അപ്പൊ ഈ ഖുർആന്റെ ഓപ്പണിംഗ് ആയ സൂറത്താണ് ദ ഓപ്പണിംഗ് സൂറ, അതാണ് ഫാത്തിഹ. അതെന്താ മഹാന്മാരെ അതിന് പേര് വെക്കാൻ കാരണം സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് എന്ത് ചെയ്യുക ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നതും ആ ഖുർആൻ എന്ത് ചെയ്യുക എഴുതാൻ ആരംഭിക്കുന്ന എല്ലാം സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിസ്കാരം ആരംഭിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. നിസ്കാരത്തിന് ഒന്നാമത്തെ ഫർദ് സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. നിസ്കാരത്തെ പ്രവേശിച്ച കൈ കെട്ടിയ പിന്നെ ആദ്യത്തെ നിർവഹിക്കുന്ന ഫർദ് എന്താണ്? അത് സൂറത്തുൽ ഫാത്തിഹ ഓതലാണല്ലോ. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ടെല്ലാം സൂറത്തുൽ ഫാത്തിഹ എന്താണ് എല്ലായിടത്തും ഓപ്പണിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പറ്റിയ ആപ്റ്റായ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അത് വിശുദ്ധമായ സൂറയുടെ ഒന്നാമത്തെ പേര് ഫാത്തിഹ എന്ന് തന്നെ. വേറെ 2-3 പേരുകൾ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അസ്സബഉൽ മസാനി. ഈ 3ഉം സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളാണ്. ഇതൊക്കെ ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മയാകുന്ന സൂറത്ത്, മദർ ഓഫ് ഖുർആൻ. അവർ ഉമ്മുൽ കിതാബ്, ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയായ സൂറത്ത്. അതുപോലെ അസ്സബഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7കൾ എന്നാണ് ആ പേര് തന്നെ. ആവർത്തിക്കപ്പെടുന്ന 7 എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. എന്തോ ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? പറഞ്ഞുതരാം. അസ്സബഉൽ മസാനി അത് നമുക്ക് എഴുതി കാണാനുള്ള അവസരം വേണ്ടിയിരുന്നില്ല. ഇവിടെ എഴുതാനുള്ള സംവിധാനം ഇതിലുണ്ടാവും. എനിക്ക് വലിയ പരിചയമില്ല. സംഗതി 3 ഉള്ളില് നമ്മുടെ കുട്ടികളെ മദ്രസ ക്ലാസ് കുട്ടികൾ അവരെടുത്ത് തരും വൈറ്റ് ബോർഡ്. അവരൊക്കെ ഇതിന് ഉഷാറാ. എന്താ അങ്ങനെ പേര് വെക്കാൻ കാരണം ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട നബി ഹുറൈറ ഹദീസ് വായിക്കാൻ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറ. അടിപൊളി. ആരാ എടുത്തിട്ടേ? വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ ഉസ്താദ്? അതെ വൈറ്റ് ബോർഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഞാനിപ്പോ എഴുതി കാണാൻ പറ്റുമോ? എല്ലാരും കാണാൻ പറ്റും? ഷെയർ ചെയ്യണ്ടേ? ഇപ്പൊ സെമീറിന് കാണാൻ പറ്റുമായിരിക്കും, വേറെ കാണാൻ പറ്റും. ഇത് ഷെയർ ചെയ്യണം അല്ലേ? ഞാൻ ഷെയർ ചെയ്താൽ മതിയോ? ഞാനാണിപ്പോ എന്റെ വൈറ്റ് ബോർഡ് സമയം പോകും ക്ലാസിന്റെ. അല്ല കാസിം, ഇതൊക്കെ പോയത് പഠിക്കണ്ടേ? ഇത് എഴുതണ്ടേ? ഇത് സബുൽ മസാനി എന്താ വേറെ എന്തെങ്കിലും എഴുതി വെച്ചാലോ? അല്ല എഴുതിക്കുന്നുണ്ട് നമ്മള്. അങ്ങനെയൊക്കെ ധൃതി പാടില്ല ഇതിന് കേട്ടാ. ഞാൻ നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം അത് ഓപ്പൺ ചെയ്യാനുള്ള വഴി പഠിച്ചിട്ട് വരാം. വൈറ്റ് ബോർഡ് എടുക്കാൻ എനിക്ക് പിന്നെ പ്രശ്നമില്ല.
എഴുതാൻ പറ്റും. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഥവാ സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, അത് ഖുർആന്റെ ഉമ്മയാണ്. ഉമ്മുൽ കിതാബാണ്. വസ്സബ്ഉൽ മസാനി, സബ്ഉൽ മസാനിയാണ്. ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണത്. എന്താ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗമാണ് ഈ ഫാത്തിഹ ഈ 3 പേരിലുള്ളതാണ്. കാരണം എന്താ? ഉമ്മുൽ ഖുർആൻ പറയാൻ വേണ്ടി അന്ന ഹാസുൽ ഖുർആൻ, ഖുർആന്റെ അടിസ്ഥാനം എന്ത് ഈ സൂറയാണ്. ഖുർആന്റെ അടിസ്ഥാനം ഈ സൂറയാണ്. ഉമ്മുക്കുല്ലി ഷൈഇൻ അസ്ലുഹു അതുപോലെ എന്ത് ചെയ്യുക, പിന്നെ ഈ ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് പറയാൻ കാരണം ഈ ഫാത്തിഹ സൂറത്തിന്റെ 7 ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങളിലും ആവർത്തിക്കപ്പെടുകയാണ്. എല്ലാ നിസ്കാരങ്ങളും ആവർത്തിക്കപ്പെടുന്ന ആയത്തുകളാണ് ഈ ഫാത്തിഹയിലെ 7 ആയത്തുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളെ നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഫാത്തിഹാനെ അള്ളാഹു പ്രത്യേകമായി മുത്തനബിക്ക് നൽകിയ ഒരു സമ്മാനമായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്ത് വേണം? അപ്പൊ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹാന്റെ ഒരു പേര് എന്നതാ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ഹജ്റിൽ പറഞ്ഞു, വലഖദ് ആതീനാക സബ്അൻ മിനൽ മസാനി. വലഖദ് ആതീനാക, നിശ്ചയമായ നബിയെ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സബ്അൻ മിനൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7കളെ. എന്താ ഈ ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് വെച്ചാൽ അത് സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളാണ്. ആ സൂറത്തുൽ ഫാത്തിഹാന്റെ 7 ആയത്തുകൾ എപ്പോഴും ഒരു മുസ്ലിമായ മനുഷ്യന് അവരുടെ നിസ്കാരങ്ങളിലെല്ലാം, അതുപോലെ അവനുമായി ബന്ധപ്പെട്ട എല്ലാ ദിക്റിന്റെ വേദികളൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന 7കളാണ് എന്ന് മാത്രമല്ല, നേരത്തെ സബബുൻ നുസൂൽ പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് വലിയൊരു അഭിപ്രായം, സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് മദനിയാണ്, രണ്ടു വട്ടം ഇറങ്ങിയിട്ടുണ്ടെന്ന്. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് പ്രബല അഭിപ്രായം. വേറെ അഭിപ്രായം പറയാം സൂറത്തുൽ ഫാത്തിഹ 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സൂറകളെ പോലെയല്ല. ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചിട്ടുണ്ട്, ഹിജറയ്ക്ക് ശേഷം അവതരിച്ചിട്ടുണ്ട്. അപ്പൊ അന്നിലേക്ക് 2 അവതരണം ഉണ്ടായ സൂറത്ത് നിലയ്ക്ക് എന്ത് ആവർത്തിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അന്നിലേക്കും എന്താണ് ആവർത്തിക്കപ്പെടുന്നതെന്ന് പറയാം. നമ്മുടെ സമയമായില്ലേ? അത് കുഴപ്പമില്ല, 5-10 മിനിറ്റ് കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് പറ്റില്ല. അല്ലോ, സമയം കഴിഞ്ഞു ഇല്ലേ? അത് പറയേണ്ടിയിരുന്നേ കേട്ടോ. ഞാൻ ഇത് സംഗതി ഇത് പെയ്ഡ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ഗോപുര മദ്രസയുടെ ലിങ്കാണ്. എന്ത് ഈ ലിങ്ക് സംഗതി ക്ലാസ്സെങ്കിലും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, ഇത് കട്ടാകുന്ന ധാരണയില്ല, കട്ടാകത്തിന് അങ്ങനെ പോയത്. ഇപ്പൊ നോക്കുമ്പോൾ 7 നമ്മുടെ സമയം ക്ലാസ് കറക്റ്റ് 7 മണിക്ക് നിൽക്കണം. കാരണം അല്ലെങ്കിൽ പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ദിവസം കറക്റ്റ് 6:20 തുടങ്ങുമ്പോൾ 7 മണിക്ക് നേരത്തെ നിർത്താം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരെ കയറൂല്ലേ? അപ്പൊ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കുറെ ആൾക്കാർ അങ്ങനെ ഒഴിവാകും. പിന്നെ ഒഴിവാനുള്ള കാരണങ്ങളാണ് വേണ്ടത്. ഇൻഷാല്ലാ അല്ലാഹു തആല കബൂലാക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാ തൗഫീഖ് തരട്ടെ. അപ്പോൾ ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു കൂട്ടുക. നമ്മളെ കൊണ്ടായാലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇലാഹിയായ കാര്യമായതുകൊണ്ട്, ദീനിയായ കാര്യം, ആഖിറത്തിന്റെ കാര്യം ആൾക്കാർക്ക് താല്പര്യം കുറവായിരിക്കും. നമ്മൾ താല്പര്യം വരുത്തണം. ചെമ്പാറിന്റെ ഭാര്യ മിനിഞ്ഞാന്ന് പ്രസവിച്ചു. അപ്പൊ ഇന്നലെ ഐസിയുന്ന് മാറ്റി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്താ കുറച്ച് പ്രയാസങ്ങളായിട്ട് വീണ്ടും ഐസിയുലേക്ക് കയറ്റിയിരുന്നു. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഫാത്തിഹയുടെ അക്കൗണ്ട് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പൂർണ്ണമായ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അങ്ങനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. അല്ലാഹു ഇൻഷാ ദുആ ചെയ്യുക കേട്ടോ. ഗ്രൂപ്പിലൊന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാധന ഗ്രൂപ്പ് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദിനെ വോയിസ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ചെയ്യാം. മെസ്സേജ് കണ്ടു. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ വന്നവരുടെ കൂട്ടത്തിലേ അവരെ ഗ്രൂപ്പിൽ കയറി ഉണ്ടാവില്ല. ഷമീറു ഇപ്പൊ ഗ്രൂപ്പിലുണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞ ക്ലാസിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നഫായിസ് എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇവിടെ വന്നവരെല്ലാരും വരണം. അപ്പൊ നമ്മൾ കാര്യങ്ങൾ എന്തിനുണ്ടെങ്കിൽ അവരെ പറയാലോ കേട്ടോ. അതൊക്കെ ആഡ് ചെയ്തിരിക്കും ഇവിടെ എല്ലാരും. അതൊക്കെ ബാക്കസിനൊക്കെ ആഡ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിച്ച് അല്ലാഹു നമുക്കെല്ലാം ധാരാളം തൗഫീഖിനെ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്.